ഇസ്ലാമിക പ്രസ്ഥാനം പ്രവാചകയുഗം. ആദം അലൈഹിസ്സലാമിന്റെ നിയോഗത്തോടുകൂടി ഭൂമിയിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ യാത്രക്ക് തുടക്കമായി. ആദം അലൈഹിസ്സലാമിന്റെ നിയോഗത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആന്റെ പ്രസ്താവന ഇങ്ങനെയാണ്: ഭൂമിയിൽ ഞാനൊരു പ്രതിനിധിയെ നിശ്ചയിക്കുകയാണ്. സൂറത്തുൽ ബഖറ 30. പ്രാതിനിധ്യം ഭംഗിയായി നിർവഹിക്കാൻ നൽകിയ മാർഗദർശനമാണ് ഇസ്ലാം. ആദമിനോടും ഹവ്വയോടും അള്ളാഹു പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ എല്ലാവരും ഇറങ്ങിപ്പോകണം. എന്നിൽ നിന്നുള്ള ഹുദ അഥവാ സന്മാർഗം നിങ്ങൾക്ക് ലഭിക്കുകയും അത് നിങ്ങൾ പിന്തുടരുകയും ചെയ്താൽ ദുഃഖത്തിൽ നിന്നും ഭയത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതാണ്. ബഖറ 38. ഹിദായത്തുമായി ആദമും കുടുംബവും ഭൂമിയിൽ ജീവിതം ആരംഭിച്ചതോടുകൂടി ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രഥമ യൂണിറ്റ് ഭൂമിയിൽ നിലവിൽ വന്നു. അവിടെ നിന്ന് ആരംഭിച്ചതാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ യാത്ര. പ്രവാചകന്മാർ നയിച്ച ഘട്ടമാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രഥമഘട്ടം. പ്രവാചക യുഗത്തിൽ നൂഹ് നബി അലൈഹിസ്സലാമക്ക് മുമ്പുള്ള കാലത്തെക്കുറിച്ച് വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമല്ല. ഖുർആൻ പരാമർശിക്കുന്ന ആദം അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം എന്നീ 2 പ്രവാചകന്മാരാണ് നൂഹ് നബി അലൈഹിസ്സലാമക്ക് മുമ്പുള്ള ദീനി പ്രസ്ഥാനത്തെ നയിച്ചവർ. വലിയൊരു സമൂഹമായിരുന്നില്ല അവരുടെ പ്രവർത്തന രംഗം. മറിച്ച് അവരുടെ കുടുംബ വൃത്തത്തിനകത്ത് അവർ ദീനി പ്രാതിനിധ്യം നിർവഹിച്ചു. വലിയ പ്രസ്ഥാനത്തെ ഉയർത്തുവാനോ നയിക്കുവാനോ അവർക്ക് അവസരമുണ്ടായിരുന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാമയുടെ കാലം മുതലാണ് ഒരു സമൂഹമായി മനുഷ്യൻ വികസിച്ചത്. നൂഹ് നബിയുടെ പ്രസ്ഥാനത്തെ ഖുർആൻ ഒരു വലിയ പ്രമേയമായിട്ട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിക പ്രസ്ഥാനം